രാവിലെ ചായ കുടിച്ചോ? ഏ? ചായ കുടിച്ചോ? എന്നാ ചായ കുടിച്ചില്ലേ? ചായ ഉം. രാവിലെ കഴിച്ചതല്ലേ വെള്ളം ചായ എടുത്ത്. ഇനി പല്ല് തേച്ചാലോ? ഏ? പല്ല് തേച്ചാലോ? പിന്നെ പല്ല് 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 തേച്ചില്ല ആദ്യം ഇച്ചിരി കഴിച്ചത് ഞാൻ ഇപ്പിഞ്ഞ് വന്നു. ആ എവിടെയായിരുന്നു? ഏ? അതിന് എവിടെയായിരുന്നു? ഞാൻ അവിടെയല്ല എവിടെ? അവൻ്റെ ഏ? അവൻ്റെ അല്ല ഞാൻ ഏത് മകൻ്റെ അങ്ങ്? ഏ? സോമിയുടെ വീട്ടിലായിരുന്നു. ടോമിയുടെ വീട്ടിലോ? ആ അതെവിടെ? ടോമിയുടെ ഇവിടെ അങ്ങ് ഓസ്ട്രേലിയ ഇവിടെ താമസിച്ചോണ്ടിരുന്നു. എവിടെ? അവിടെ എവിടെ? ഞാൻ കഞ്ഞോട്ട് വന്ന വഴി നമ്മളിങ്ങനെ വന്ന വഴിക്ക് ടോമി ഒന്നും താമസിച്ചിരുന്നില്ല. ടോമി ഓസ്ട്രേലിയയല്ലേ? ഇപ്പോൾ അവിടെ അല്ലേ ഇവിടെ ആര്? സോമിയും വിട്ടു എവിടെ? ഇവിടെ ഇവിടെ ഞാനല്ലേ. ഇവിടെ ഞാനല്ലേ നമ്മൾ. ഓർക്കുന്നില്ല. നമ്മളല്ലേ പിന്നെ ആരാ? അവരാരെങ്കിലും ഒരാളോ ആര്? ആണുങ്ങൾ ആണുങ്ങൾ ഒരാളല്ലേ? ഒരു 4 പേരില്ലേ? ആണുങ്ങൾ ഒരാളല്ലേ ഞാൻ? ഏ? ഏ? അമ്മയുടെ ആണുങ്ങളിൽ ഒരാളല്ലേ ഞാൻ? അമ്മേടെ ആണുങ്ങളിൽ ഒരാളല്ലേ ഞാൻ? ഏ? അമ്മയുടെ ആണുങ്ങളിൽ ഒരാളല്ലേ ഞാനെന്ന്. ആരാന്ന്? ഞാനേ അമ്മയുടെ ആണുങ്ങളിൽ ഒരാളല്ലേ? നീ അനിയനാണോ? ആ ഞാൻ അനിയനല്ലേ. ആണോ? ആ ആരുടെ അനിയനാ? അനിയൻ്റെ മകനാണോ? ഏ? മകനാണോ? ആരുടെ? അനിയൻ്റെ. ഏതനിയൻ്റെ? ആ ആ എനിക്കാണെന്ന് പറയട്ടെ. പിന്നെ അമ്മ അനിയനാണോ ചോദിച്ചത്? ഏ? എനിക്ക് തോന്നുന്നു പറയട്ടെ. ഞാൻ മറ്റുള്ളവരുടെ ഒന്നും കാര്യം നിൽക്കണോ? മറ്റുള്ളവരുടെ കാര്യമാണോ? ആയത് എൻ്റെ രണ്ടോ മണ്ടോ ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ആ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ചെയ്യാൻ പറ്റാവുന്ന ആൾ ചെയ്യും. അത് മാത്രം. ഉം. അന്നും ഇന്ന് ആ ഇന്നൊന്നും പറ്റുമില്ല. ആണോ? നടക്കാൻ പോലും നടക്കാൻ പോലും മേല. ലൈറ്റില്ലായിരുന്നു. ഏറ്റ് വെട്ടാൻ കാണണ്ടേ? പിള്ളേരൊക്കെ ആയിട്ട് പോയോ? പിള്ളേരെ ഏറ്റ് പോയോ നോക്കി? എല്ലാവരും പോയി. പോയോ? ഉം. സ്കൂളിൽ പോയോ? സ്കൂളിൽ പോയോന്ന് തോന്നുന്നത്. ഇല്ലല്ലേ? എങ്ങനെയാണ് എനിക്കറിയത്തില്ല. ആ ഇതിനാ ഉണ്ടാക്കണേ? പല്ല് വെച്ചിട്ട് വാ തിന്നാം. എനിക്കറിയത്തില്ല. ഞാനൊന്നും കാണിപ്പിക്കുന്നേ ഏ, വിളിച്ചിട്ട് വേണ്ടത്. അയ്യോ പിന്നെ അമ്മ എന്നാ തിന്നുന്നത്? അമ്മ പിന്നെ എന്നതാ എന്നും തിന്നുന്നത്? വേണ്ടോ? അല്ല അമ്മ ഒന്നും എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ പിന്നെ അമ്മ എന്നാ രാവിലെ മുതല് വൈകിട്ട് വരെ തിന്നുന്നത് എന്നതാ? ഒന്നും തിന്നാതെ ഇരിക്കുവാണോ? പിന്നെ വിശപ്പിന് മാത്രം. അതല്ലേ എല്ലാരും ചെയ്യുന്നുള്ളൂ. അതിരിക്കാൻ പറ്റുമോ? അതല്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഓനാട്ടുകൾ കാണിക്കുന്നു. ഗോനാരങ്ങൾ ആരാ കാണിക്കുന്നേ? കാണിക്കണാണ്ട്. ആ രോമാനയാ വീഡിയോ എടുക്കുന്നേനാ. കേട്ടോ ഇതാണ് ഗോനാരം. അമ്മയ്ക്ക് അതൊക്കെ ഗോനാരവാ. അമ്മേനെ ഒത്തിരി എല്ലാരെയും പരിചയപ്പെടുത്തുന്നതാ. അമ്മേനെ ഒത്തിരി മക്കൾ ഇതിനകത്തിരുന്ന് കാണുന്നുണ്ട്. ഒത്തിരി പെമ്മക്കള്. അമ്മയുടെ ഇഷ്ടമുള്ള ഒത്തിരി പെമ്മക്കൾ ഇതിനകത്തുണ്ട്. അവരെന്നും ചോദിക്കും അമ്മേനെ കാണുന്നില്ലല്ലോ എന്ന്. പുറത്തൊന്നും പോകണ്ട ഞാൻ പോര്. പുറത്തോട്ടൊന്നും പോകണ്ടേ രാവിലെ? ഞാൻ പോകണില്ല. ഇന്നത്തെ ഓണം അതാ ഞാനും ചോദിക്കുന്നത് എന്തിനാ പോണേന്ന് പുറത്തോട്ട്. നേരം വെളുത്തോ? നേരമൊക്കെ വെളുത്തില്ലേ? നേരം വെളുത്ത് ഇത്രയും വെളിച്ചം കാണത്തില്ലേ? കാക്ക കരയുന്ന കേട്ടില്ലേ? എൻ്റെ വീട് തന്നതല്ലേ. എന്നാലും വീട്ടിൽ ആരും ഇല്ലാഞ്ഞിട്ട് ഓണം വന്ന് നിന്നാലേ ഇവർ ജോലിക്ക് പോയി. ആര്? മക്കൾ. ജോലിക്ക് ഏത് മക്കൾ? ഇവിടെ ആർക്കാ ജോലിയല്ലേ? അവർക്ക് അവിടെ ജോലി അവരൊക്കെ എല്ലാവർക്കും വേണം. ആ അവർക്ക് അവിടെ ജോലിയുണ്ട്. അവൾക്കും അവനും ഇല്ല. ആ അവരെല്ലാം അവർ ജോലിക്ക് പോയെന്നാ? അമ്മ ഇവിടെയല്ലേ നിൽക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.
ആ പല്ല് തേച്ചോ. ആ പല്ല് തേച്ചോ. ഒത്തിരി കൂടിപ്പോയോ? ഇവനെ വന്നു കിട്ടുന്നു. പിന്നെ വരും ഈ ആഴ്ചയില്. ഈ ആഴ്ച വരും. അവളിനി അവിടെ നേഴ്സായി കഴിഞ്ഞിട്ട് വരുമോ? അയ്യോ അത്രയൊന്നുമില്ല. ഓടി ചെയ്തെല്ലാം വശമായി വരുമോ? ഓടി വരും. ഇവിടെയാ ജീവൻ കിടക്കണത്. അവൾക്ക് അമ്മയെ കാണണമെന്നാണ് പറഞ്ഞപ്പോഴും. അവളെ കാണണം. കാണണ്ട. ആ അവള് വന്നോളും. അടുത്ത ദിവസം അവധിയുണ്ട് വന്നോളും. അടുത്ത ദിവസം അവധിയുണ്ട് വന്നോളും. അടുത്ത ആഴ്ച വരുമെന്നേ. വരുമോ? അപ്പോൾ ഓണത്തിൻ്റെ അവധി. പഠിത്തം കഴിയോ? പഠിത്തമൊന്നും കഴിയില്ല. പഠിത്തം തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓണത്തിൻ്റെ അവധി. പരീക്ഷയാ? ഓണത്തിൻ്റെ അവധി. അവധിയാ? ആ ഓണം. ഏറെ എട്ടേട്ടായിട്ട് അവധിയുണ്ട്. ആ ഓണമല്ലേ? ഓണമല്ലേ? ഓണമാണ് ഓണം. ഓണത്തിൻ്റെ അവധി. ആ അത് ചിങ്ങത്തിലാണ്. ആ ചിങ്ങായി. ചിങ്ങത്തിലാണ് ഓണം. അവളെ കണ്ടിട്ട് ഒത്തിരിയായി. എവിടുന്ന്? കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ? അവള് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതല്ലേ? അവൾക്കൊന്നും നേരമുണ്ടോ? ആ അവൾക്ക് പഠിക്കണ്ടേ? ഇങ്ങനെ ഓടി നടന്നാൽ പറ്റുമോ? അന്ന് പഠിക്കുകയല്ലേ? ആ പഠിച്ചിട്ട് ജോലിക്കാരിയായാലേ കാര്യമുള്ളൂ. എനിക്ക് വീട്ടിലോട്ട് പോകണം. അമ്മയ്ക്കൊന്നും പണിയെടുക്കത്തില്ല. അമ്മയ്ക്ക് പണിയെടുക്കത്തില്ല. അതല്ലേ ഞങ്ങൾ നോക്കണേ. പ്രായമായി. ആ പ്രായമായി. അമ്മ ഏത് വീട്ടിലാണ് പോണെന്നല്ലേ? അമ്മയ്ക്ക് പ്രായമായോണ്ടല്ലേ? പല്ല് വെച്ചിട്ട് വാ എല്ലാം കഴിക്കാം. പല്ല് പോയി അന്നന്ന് തീർന്ന് വല്ല നടന്നിടത്തും പോവാ. ഓരോന്നുള്ള അതിപ്പോൾ അതും അറന്ന് പോയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതും പോവുക. ആ അതങ്ങനെയല്ലേ? ഞാൻ പോകും. പ്രായമാകുമ്പോൾ പോയില്ലേ? പ്രായമായി. പിന്നെ പ്രായമായില്ലേ? പ്രായമാകുമ്പോഴൊക്കെ പോവും. മോനെയൊക്കെ തേഞ്ഞ് പിന്നെ ഇത്ര നാളൊക്കെ വീഴ്ച തന്നില്ല. പിന്നെ അതല്ല പിന്നെ കഷ്ടപ്പാട് വന്നായിരുന്നു വന്നു. പല്ലില്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നു. ചാച്ചന് വലിയില്ലായിരുന്നല്ലോ അല്ലേ? ഇത്ര പേരെ സഹായം വേണം. ചാച്ചന് വല്ലുണ്ടായിരുന്നു. ചാച്ചന് വല്ലു മുഴുവൻ നേരത്തെ പോയതല്ലേ? എൻ്റെ അപ്പനെ അമ്മനെ എങ്ങനെ ഇട്ടുണ്ട്? അപ്പൻ്റെ അമ്മായിപ്പനെ അമ്മായിമ്മനെ പല്ലില്ലാതെ കളി കുറെ കട്ട അരച്ച് കൊടുക്കുമ്പോലെ കൊടുത്തോട്ട്. ആ അതെ അല്ല വെല്ലുമ്മയ്ക്ക് വലിയില്ലായിരുന്നോ? വെല്ലുമ്മച്ചിക്ക് വലിയില്ലായിരുന്നോ? വെല്ലുമ്മച്ചിക്ക് വലിയില്ലായിരുന്നോ? വെല്ലുമ്മയ്ക്ക് അമ്മായിമ്മയ്ക്ക് വലിയില്ലായിരുന്നോന്ന്? അത് പോയിണ്ടേ. ആണോ? ഒരു പ്രായമായപ്പോൾ. ആ വെലിച്ചാച്ചൻ 50 ആകുന്നതിന് മുമ്പ് പോയി അന്നൊക്കെ. ആ വെലിച്ചാച്ചന് പല്ലുണ്ടായിരുന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ട്. അല്ല വെലിച്ചാച്ചന് പല്ലില്ലായിരുന്നു. മുറുക്കുകയും കണ്ടതൊക്കെ തിന്നുകയും ചെയ്യാം. വെലിച്ചാച്ചനും ചാച്ചനും പല്ലില്ലായിരുന്നു. ആ വെല്ലുമ്മയുടെ ഓർക്കുന്നില്ല ഞാൻ. നേരത്തെ പോയിട്ട് ചാച്ചൻ മുറുക്കാനൊക്കെ ഇടിച്ചോണ്ടിരുന്നു. ആ മുറുക്കാൻ അതെ. വെല്ലുമ്മച്ചിനെ ഞാൻ അത്ര അമ്മയ്ക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ആ കാര്യത്തിലൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ അമ്മ വരച്ചിട്ട് എത്ര കൃഷിയായി വല്യമ്മ. ആ വല്യമ്മ പഠിക്കുമ്പോൾ ഞാൻ രണ്ടിലെ കണ്ട് പഠിക്കുമ്പോഴാണ്. ആ രണ്ടിൽ പഠിക്കുമ്പോഴാണ് വല്യമ്മ വരിച്ച് രണ്ടിൽ പഠിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആരും നിൽക്കുകയല്ല നോക്കിയല്ല. ആ അത് ശരിയാ. ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മയിലെ മൊത്തം നോക്കിയത് എല്ലാവരും. ഭയങ്കര കൂട്ടവും ഭയങ്കര ഭാഷക്കാരിച്ച. ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുത്താലും എന്നാ കണ്ട് കൊടുത്താലും കുറ്റം മാത്രം. അതന്നെ അത് പഴയ കാരണവന്മാരങ്ങനെയല്ലേ? നേരം മട്ടുവാ. ആ ചാച്ചൻ കുറ്റം പറയാലായിരുന്നു. അത് ശരിയാ. ആ ഇനിയുള്ള തലമുറയെങ്കിലും മാറണം. ഇനിയുള്ള തലമുറയെങ്കിലും ഈ കുറ്റം പറയാതെ മാറണമെന്ന്. പുതിയ തലമുറ ഇങ്ങനെ കുറ്റം പറയാതെ തലമുറകളെങ്കിലേ കുറ്റം പറയാതെ മാറണമെന്ന്. കുറ്റമേ ഈ നോക്കുന്നവരെ കുറ്റം പറയുന്നതേ. ഈ പ്രായമായവരെ നോക്കുന്നവരെ കുറ്റം പറയുന്നില്ലേ ഈ ആൾക്കാരെ? അല്ലെന്നേ ആ സ്വന്തം അമ്മ. ആ അത് ശരിയാ. തെറ്റ് കാണിക്കുമ്പോൾ പറയണം.
ഇപ്പോഴും ഒക്കെ ഒന്നും എടുക്കത്തില്ല. അമ്മയ്ക്കാ? അതിനാ? അമ്മയുണ്ട് എവിടെ? എൻ്റെ അവിടെ അവിടെ അമ്മയൊന്നും. എൻ്റെ വീട്ടിൽ. അമ്മയുടെ വീട് ഇതല്ലേ, പിന്നെ ഏതാ വീട് നീ? അമ്മയ്ക്ക് വേറെ ഏതാ വീട്? ഈ വീടാ അമ്മയുടെ വീട്. അമ്മ കെട്ടിക്കൊണ്ട് വന്ന വീട് ഇത്, ഞങ്ങളൊക്കെ ഉണ്ടായ വീട്, ഞങ്ങൾ മക്കളെല്ലാം നോക്കിയ വീട്, ഇതൊക്കെ ഇതല്ലേ. നമ്മുടെ വീട്ടിൽ ആരാ ഉള്ളത്? അവിടെ അവരെല്ലാം വേറെ വേറെ പോയില്ലേ? അവിടെ എല്ലാവരും വേറെ പോയി. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ മതി. മാനമഠത്തിനാ? പള്ളിയുടെ അടുത്ത് വീട്. ശ്രീവാപുരം പള്ളിയുടെ അടുത്ത വീട് ഇതല്ലേ? ഇതാണ് അമ്മയുടെ കെട്ടിക്കൊണ്ട് വന്ന വീട്, ഞാറുകുളത്തെ വീട്. ഞങ്ങൾ താമസിക്കുന്ന വീട്. ഞങ്ങളുടെ അമ്മയുണ്ട് ഇപ്പോഴും. എവിടെ? അമ്മ മരിച്ചു പോയെന്ന് മുമ്പ് പറഞ്ഞല്ലേ അമ്മ? വല്യമ്മ മരിച്ചു പോയ കാര്യമല്ലേ പറഞ്ഞ അമ്മ മുമ്പേ? കുറച്ച് മുമ്പ് പറഞ്ഞത്. വിവീന കട്ട കട്ടിലൊക്കെ അത്. വിവീന കിടക്കുന്ന കട്ടില്ല. അവിടെ ജോലിയായിരുന്നു പുറത്ത്. ആർക്ക്? കുറെ കൂടെ പഠിപ്പിച്ചിട്ട് ജോലി, നല്ല ജോലി. അവൾക്ക് ജോലിയൊന്നും ആയില്ല, അവള് പഠിക്കുന്നില്ല. അതിനാ പിന്നെ അവള് പഠിച്ചത്. അവൾക്കല്ല ജോലി, അവള് പഠിക്കുന്നേ ഉള്ളൂ. മക്കൾക്കൊക്കെ ഈരണ്ട് ആണ് ഓരോ പെണ്ണും വെച്ച്. ഈരണ്ടാണില്ല, ഓരോ ഓരോ പെണ്ണും അല്ലേ? 4 ആൺമക്കൊക്കെ ഉണ്ട്. 4 ആൺമക്കളില്ലേ? 3 ആൺമക്കൾ. എനിക്ക് 3 ആൺമക്കളല്ലേ? 3 ആൺമക്കളല്ലേ? 3 ആൺമക്കളല്ലേ ഉള്ളൂ? 3 ആൺമക്കളല്ലേ ഉള്ളൂ? 3 ഇതുപറ്റത്തില്ലോ? ഉദിമറ്റത്തിലേ അല്ല, 3 ആൺമക്കളല്ലേ ഉള്ളെന്ന് പറഞ്ഞു. 3 ആൺമക്കൾ അമ്മയ്ക്കുള്ളൂ. എനിക്കോ? പെൺമക്കൾ ഒത്തിരി പേര് അമ്മ ഇതിനകത്ത് കാണുന്നുണ്ട്. ടോമി, സാവു, അവന്റെ പേരിന്റെ മറന്നു പോയി. രണ്ടാമത്തവനല്ലേ സാബു? രണ്ടാമത്തവനല്ലേ സാബു? സാവു അല്ല, പിന്നെ മൂന്നാമത്താ. പിന്നെ 3ാമത്തെ ഞാനാ. സാവു 3ാമത്താ. പിന്നെ സാവു 2ാമത്താ. 3ാമത്തെ ഞാനാ. ജോമനാ 3ാമത്ത്. ഇല്ലയോ? ഞാനല്ലേ? ഞാൻ 3ാമത്തെ അല്ലേ? ഞാൻ ഓർക്കണ്ടില്ല. അയ്യോ, എന്ത് ചെയ്യാനെന്ന് പറ. നീ അവിടെ കിടന്നാളോ ഉണ്ടായി? ഞാൻ അവിടെ കിടന്നുണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ അവിടെ ആയിരുന്നോ? അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ. ഞാൻ ഓർക്കണില്ല. ചെറുപ്പത്തിലെ കാര്യം. ചെറുപ്പത്തിലെ കാര്യാ. ഞാൻ സാബു 2ാമത്തെ അമ്മ. എത്ര നാൾ അവിടെ ജയിച്ചു? അവിടെ എത്ര നാളായിരുന്നു വീട്ടിൽ? വീട്ടിലാണ് ഇപ്പോഴും. ഇല്ല, ഞാൻ ആ വീട്ടിലല്ലേ, അമ്മയുടെ കൂടെ അല്ലേ? ആയിരുന്നോ? ഞാൻ അമ്മയുടെ കൂടെ തന്നെയാ. അവിടെ ആണുങ്ങൾ 2 പേരും ഇല്ല, 2 എവിടെ? ഞങ്ങളുടെ 2 ആൺപിള്ളേരേ ഉള്ളൂ. അപ്പൊ 3ാമത്തെ അല്ലേ ഞാൻ? 3 ഓർക്കണില്ല. ഞാൻ 3ാമത്തെ അല്ലേ? 3ാമത്തെ ആളാ ഞാൻ. മൂത്തത് ടോമി, 2ാമത്തത് സാവു, 3ാമത്തത് ജോമോൻ. അപ്പൊ ജോമോൻ ആരാ? ജോമോൻ ഏതാ? ഒരു പെണ്ണും. ജോമോൻ ഏതാ? എനിക്ക് എൻ്റെ അമ്മയ്ക്കും ഒരു പെണ്ണും ഉണ്ടായോളൂ, എനിക്കും ഒരു പെണ്ണുണ്ട്. അമ്മയ്ക്ക് ഒരു പെണ്ണേ ഉണ്ടായുള്ളൂ? പെണ്ണായിട്ട്. അമ്മയ്ക്ക് ഒരു പെണ്ണേ ഉണ്ടായുള്ളൂ? മറ്റവർക്കൊക്കെ ഞങ്ങൾ 4 പെണ്ണുങ്ങളെ. 5 പെണ്ണുങ്ങൾ. 5 പെണ്ണുങ്ങൾ. അതെ, 5 പെണ്ണുങ്ങൾ. 5 പെണ്ണുങ്ങളുണ്ടായല്ലേ? അതിലെല്ലാവർക്കും. പിന്നെ ഇളയത്തങ്ങൾക്കൊന്നും പെൺമക്കൾ അങ്ങനെ ഉണ്ടായില്ല. ആര് പറഞ്ഞു? അവർക്ക് ആടാണ്. ആണോ? അവർക്കെല്ലാം ആമക്കളായിരുന്നു അല്ലേ? 2ാമത്തെ അവള് 3ാമത്തെ അവള് നേഴ്സല്ലേ? ഏത് നേഴ്സല്ല. 3ാമത്തെ ഏത്? എൻ്റെ മകൻ്റെ മകളെ. മകൻ്റെ മകള് നേഴ്സ് പഠിക്കുന്നേ ഉള്ളൂ. അവള് നേഴ്സിംഗ് പഠിക്കുന്നല്ലേ ഉള്ളൂ? പഠിക്കുന്നുണ്ടോന്ന്? വിവീന നേഴ്സിംഗ് പഠിക്കുമല്ലേ? പഠിത്തം കഴിഞ്ഞല്ലോ. ഇല്ല, വിവീന പഠിച്ചോണ്ടിരിക്കും. പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പം
പരീക്ഷയെല്ലാം കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അത് ശരിയായില്ല. പിന്നെ വീണ്ടും ഒരു പരീക്ഷയുടെ കഴിഞ്ഞേച്ച് ഇപ്പം തുടങ്ങുക. അതാരാ? അത് അധികം അകലമൊന്നുമില്ല. ഇവിടെ എങ്ങാണ്ട് കോട്ടയത്തോ എവിടെയാണോ ആണോ? അതാരെ പെണ്ണമ്മയുടെ മകളാണോ? അടുത്തങ്ങാണ്ട. പെണ്ണമ്മയുടെ മകളാണോ? ഏ പെണ്ണമ്മയുടെ മകളാണോ? പെണ്ണമ്മയുടെ അല്ല. പിന്നെ ആരുടെ മകളാ? നമ്മുടെ മൂന്നാമത്തെ മകൻ്റെ മകള് പഠിക്കുന്നല്ലേ ഉള്ളൂ, നേഴ്സിംഗ് പഠിക്കുന്നേ ഉള്ളൂ, വിവീന. പെണ്ണമ്മയുടെ പെണ്ണമ്മയുടെ മകള് സീമോള് ശരിയാ ഇപ്പൊ വേറെ പഠിച്ചോണ്ടിരിക്കുക. അവള് പഠിച്ചു. അവളെ അമ്മയല്ലേ നോക്കിക്കൊണ്ടിരുന്നേ. അവരിൽ ഒരാളല്ലേ ഇപ്പൊ നേഴ്സിങ്ങിന് ഇപ്പം പഠിക്കാൻ പോകുന്നത്. ആ അത് നമ്മുടെ വിവീനല്ലേ. ആ നേഴ്സ് പഠിച്ചത് കഴിഞ്ഞേച്ചും ഇപ്പം അല്ല ജോലി കഴിഞ്ഞേച്ചും പിന്നെ നിന്നേച്ചും പിന്നെ ഇപ്പം ഏതാണ്ട് പരീക്ഷ എഴുതി വെച്ച് തുടങ്ങുക. ആ അത് സീമോളാ. വീട്ടിലിരുന്ന അവിടെ അത് സീമോളാണ് ഇപ്പൊ പഠിക്കാൻ മക്കള്. ആ നമ്മുടെ വിവീന ഇപ്പൊ പഠിക്കുന്നേ ഉള്ളു, നമ്മുടെ കൊച്ചുമോള്. അവരുടെയൊക്കെ പേര് കുട്ടിപ്പെണ്ണ്. കുട്ടിപ്പെണ്ണ് നാത്തൂനല്ലേ? പെണ്ണം എൽസി 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 മകളല്ലേ? വിവീന വിവീന കൊച്ചുമോളല്ലേ? അപ്പം ജോലി ഇപ്പം കിട്ടുന്നത് ഇപ്പം വിവീന ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നേ. അവളാ ഉള്ളേക്ക് ഇളയത്. ആര്? നമ്മുടെ പേരുകാരി മൂത്തവൾ അവളല്ലേ? 5 പെണ്ണുങ്ങളി ഒരാണും വന്നു. 2 ആണുണ്ടായിരുന്നു. അവിടെ പറഞ്ഞ പറയണേ അത് പാത്രം എടുത്തോണ്ട് പോണ. പാൽപാത്രം എടുത്തോണ്ട് പോണാണ്. ചാക്കോ പാൽപാത്രം. അവിടെ ഒരു ഒഴിപ്പുണ്ട് ഒരാടെ. മടത്തില്. അത് പാല് വന്നു. അതിനകത്ത് പാലല്ലേ? ആ മടത്തിലോട്ടുള്ള പാല്. അപ്പൊ ഇനി ഓണാണ് എല്ലാരും. ഞങ്ങൾ 5 പെണ്ണുങ്ങളല്ലേ. ആ നിങ്ങൾ 5 പെണ്ണുങ്ങളാ. ഒരാണും. ആ അമ്മനെ ഒത്തിരി പെൺമക്കൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അമ്മനെ ഒത്തിരി പെൺമക്കൾ ഇതിനകത്ത് കൂടെ കാണുന്നുണ്ട്. അമ്മനെ ഒത്തിരി പെൺമക്കൾ ഇതിനകത്ത് കൂടെ കാണുന്നുണ്ടെന്ന്. ഇതിനകത്ത് കൂടെ അമ്മേനെ ഒത്തിരി പെൺമക്കള്. അമ്മേനെ ഒത്തിരി പെൺമക്കൾക്ക് ഇഷ്ടമാ. പെൺമക്കള് അവരെല്ലാം കൂടെ അമ്മേനെ ഇതിനകത്ത് കൂടെ കാണുന്നുണ്ട്. കുറച്ച് ആൺമക്കളും കുറച്ച് കൊച്ചുമക്കളും ഒക്കെ ഇതിലൂടെ കാണുന്നുണ്ടെന്ന്. ഇതിലൂടെ ആ അമ്മ ഈ ആ മമ്മി എന്തേടാ? മമ്മി എന്തെന്ന് ചോദിക്കുമല്ലേ? വീട്ടിലേക്കാ? എൻ്റെ വീട്ടിലോട്ട് ഇവിടെ കറങ്ങ ഈ കറങ്ങി എന്നാ അത് കൊണ്ട വെച്ചിട്ട് പോയതാ. പാല് നാളെ കൊടുക്കാനുള്ള മൊന്തയാ. എടുത്തോണ്ട് പോവാ. ഇതെല്ലാം ഇവിടെ ഇട്ടേക്കണം. ഏത് പത്രം വന്നല്ലേ? പേപ്പറില്ല. ആ പത്രം വന്നല്ലേ? പൈസ കൊടുത്ത് മേടിക്കണേ. പിന്നെ കസേരയിലും അമ്മ എടുത്ത് വെക്കണമല്ലോ എല്ലാം. അമ്മ പോയി എടുത്തോണ്ട് വന്നോണ്ടിരുന്നല്ലേ അവിടെ പോയി? ഏതാ? അത് ബൈക്ക് വലിയ വഴിയോ പോയ. പിന്നെ ഇതെല്ലാം നമ്മുടെ സ്ഥലമാണ്. ഞങ്ങളുടെ അല്ല, നമ്മുടെ സ്ഥലം. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വേറെ ആരാ ഉള്ളത്? ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വേറെ ആരാ ഉള്ളേ? നമ്മുടെ. അയ്യോ ഞാനാരാ നമുക്കറിയത്തില്ലേ? ഞാനാരാ നമുക്കറിയത്തില്ലേ? ഞാൻ അമ്മയുടെ ഇളയ മകനല്ലേ? നീ ആരാ? ഞാൻ അമ്മയുടെ ഇളയ മകൻ. പിന്നെ ആരാ ഞാൻ? പിന്നെ ആരാമേ? അമ്മയ്ക്കത്. എൻ്റെ പേര് ജോമോൻ. ജോമോൻ. ആ ഏത് ഏത്? രണ്ടാമത്തവൻ സാബുവാ. മൂന്നാമത്തല്ലേ ജോമോൻ? മൂന്നാമത്തല്ലേ ജോമോൻ? മൂന്നാമത്താന്ന ജോമോൻ. ആ അമ്മ മറന്നുപോയോ? ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ.
ഞാനല്ലേ അമ്മയുടെ കൂടെ ഉള്ളേ. ഞങ്ങളുടെ വീട്ടിലോ? ആ, നമ്മുടെ വീട്. ഞങ്ങളുടെ വീടല്ല, നമ്മുടെ വീട്. ആ, ഞാൻ ഓർക്കണില്ലായിരുന്നു. ആ, ഇപ്പം ഞാനല്ലേ നിൽക്കുന്ന കൂടെ. പഴയ കാര്യമൊക്കെ വിട്ടുപോയി. പഴയ കാര്യമൊന്നുമല്ല അത്. ഇത്ര വർഷങ്ങളായി. ഇപ്പോൾ ഉള്ള കാര്യങ്ങളല്ല പറയണേ. പോരെല്ലാം ഇപ്പം ആ പോരെല്ലാം കട്ടിച്ചോണ്ട് പോകും. ഇതൊക്കെ ആര് കണ്ടിച്ചോണ്ട് പോകാൻ? നമ്മുടെ പോലെ ആരാ കണ്ടിച്ചോണ്ട് പോകണം? ഇവിടെ ഞങ്ങൾ കൊടുത്തു വെച്ചേക്കാൻ. ഞങ്ങൾ കുഴിച്ച് വെച്ചേക്കണോ? ഏത് ഞങ്ങൾ? ഇവിടെ ഞങ്ങൾ കുഴിച്ച് വെച്ചേക്കണം. വേല എടുത്തോണ്ടിരുന്ന ജോലി കൃഷി ചെയ്തോണ്ടിരുന്നത്. ആ, കൃഷി ചെയ്തോണ്ടിരുന്ന ഇഷ്ടം പോലെ വാള് തട്ടിട്ടില്ല. വാഴ അവിടം വരെയുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ ഇവിടം വരെയുണ്ട്. പിന്നത്തെ ഇല്ല. പിന്നെ ഞങ്ങൾ അങ്ങ് പോകണം തറവാട്ടോട്ട് പോകണം. ഞങ്ങൾ ഏത് ഞങ്ങളാണോ? ഞങ്ങളെന്ന് പറഞ്ഞ ഏത് ഞങ്ങളാ? പിന്നത്തെ ഉള്ളവരൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അവിടെ രണ്ടുമൂന്ന് പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എവിടെ? വീട്ടിൽ. ആ, വേറെ രണ്ടു മൂന്ന് പേർക്ക് താമസിക്കുന്ന സൗകര്യമുണ്ട്. നമ്മളെല്ലാം കൂടെ അല്ലേ താമസിക്കുന്നത്? നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കഴിഞ്ഞോണ്ടിരുന്നത്. ഉദരക്കട്ടയെന്നല്ലേ പറയണേ? ആ, ഞാറുകുളം ഉദരക്കട്ട. അത് തന്നെയാ ഇത് കേട്ടോ. അത് തന്നെയാ ഇത്. അത് തന്നെയാണെന്ന് ഇത്. ഞാറുകുളം ഉദരക്കട്ട തന്നെയാണ് ഇത്. ആ, ഞാൻ അവിടുത്തെ എലിക്കുട്ടിയുടെ മകനാ. എന്നാ കഴിക്കാൻ ചെല്ലാൻ. കാപ്പി കുടിക്കണ്ടേ രാവിലത്തെ? അമ്മയോട് രാവിലത്തെ കാപ്പി കുടിക്കാൻ ചെല്ലാൻ. പാലില്ല, അത് കാലിയ. കാലിയ അകത്തോട്ട് കൊണ്ടുപോകാനുള്ള. ആ, അകത്തൊക്കെ കൊണ്ടുപോക്കണം. എന്നാ പിടിച്ചോ. ആ, കഴിക്കാനേക്ക്. ഇവിടെയോ? ഇവിടെ ഒരു പെണ്ണേ ഉള്ളു വേറെ. ആൾക്കാരൊക്കെ ഇവിടെ വേറെ. ഞങ്ങളൊക്കെ അവിടെയായി. ആൾക്കാരൊക്കെ ഇവിടെ വേറെയാണോ? ഇവിടെയുള്ളവർ എവിടെ നിന്നവരാ? എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കോ. അത് എടുത്തോണ്ട് പോകണല്ലേ അമ്മ? അതിന് അമ്മ എടുത്തോണ്ട് പോ. ബൈക്ക് പോകണം. ബൈക്കുകാർ വഴിയാ പോകണല്ലേ? ആ, കഴിക്കാനിട്ട് വാ. എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം. എന്നെ കൊണ്ടുപോകാനായിട്ട് അവരാരെങ്കിലും വരണോ? കഴിക്കാനെടുത്ത് വെച്ചതാ. അമ്മേനെ ആരും കൊണ്ടുപോകുന്നില്ല. അമ്മനെ ഇവിടെ ഞങ്ങൾ നോക്കുക ഇനിയായിട്ട്. ഞാൻ ഉണ്ടായിരുന്നപ്പം കുഴപ്പമില്ല. ഇപ്പം അവൻ ജയശ്രീക്ക് പഠിക്കാൻ പോയപ്പം വീട്ടിലാരുമില്ല. അമ്മയ്ക്ക് സഹായിക്കും. ആ, അമ്മയ്ക്ക് സഹായിക്കും. അല്ലേ അവൾ അമ്മയെ കുറെ സഹായിക്കും. ഞാൻ ഈ പോകുന്ന കാരണം. അമ്മ പോകുന്ന കാരണം അമ്മയായിരുന്നു പിന്നെ സഹായിക്കുന്നത്. അവളവിടെ ഇരുന്ന് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഉണ്ടായിരുന്നു. മൂത്തവരൊക്കെ വേറെ. ആ, മൂത്തവര് വേറെ പോയി. അവരൊക്കെ കെട്ടിച്ച വീട്ടിൽ ആ, കെട്ടിച്ച വീട് വഴിയായി. ആ, ഉണ്ടോ കഴിക്കാൻ പറ്റില്ല. അല്ല, ജോർമ്മയൊക്കെ വന്നു സാവുമൊക്കെ വന്ന് എന്നെ കൊണ്ടുപോകണം. ഓരോരുത്തർ മാറി എങ്ങോട്ട്? ഞാൻ മരത്ത് നിൽക്കുവാണ്, താമസിക്കുവാണ്. എങ്ങോട്ടാ അമ്മ? എവിടെ പോയി താമസിച്ചിട്ടുള്ള? അതിന് ഇനിയിപ്പോൾ തന്നെ അങ്ങ് പൊക്കോണ്ടാവും. തന്നെയൊന്നും പോകാൻ പറ്റിയല്ല. ബാബാ ഏറ്റുവാ, കഴിക്കാൻ വിളിക്കുന്നു. എന്താ മോന്ത അങ്ങ് മേടിച്ചു. ഞങ്ങളെവിടെ പോകാനാ? എന്നാ കഴിച്ചോ, കഴുകിട്ട് വാ. അവിടെ വെച്ചാൽ മതി. കൈ കഴുകിയിട്ട് പോര്. വന്ന് കഴിക്കാൻ എടുത്ത് ചെന്ന് വാ. ആ, അല്ല അതിൽ കറങ്ങി നടക്കാം. വാ. ഈച്ച കയറി. ഈച്ച. ഇപ്പൊ ഇവിടെ ആളുള്ളതുകൊണ്ട് കയറി വരികയല്ല. ആളുള്ളത് കൊണ്ട് കയറി വരികയല്ല.
അത് അടയ്ക്കണ്ട, അവൻ വിമാൻ വരാനുണ്ട്. കഴുകാൻ പോയി. ഒമ്പത് മണിയായി കേട്ടോ, 10 പോണേ. പശുവിനെ ഇറക്കും. അവനവിടെ ഇവിടെ വീഡിയോ എടുക്കുന്നോണ്ട് പശുക്കുട്ടിലിരിക്കുക. ലൈറ്റ് ഓർമ്മയില്ല, ഒന്നും എടുക്കത്തുമില്ല. ആരുടെയെങ്കിലും സഹായം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പ്രായം എന്തോരായി? പിന്നെ എന്നാ പറഞ്ഞേ? തളർന്നു കിടക്കാത്ത അങ്ങനെ പോയതാ. അമ്മ അങ്ങനെ പോയതാ. അത് കഴിഞ്ഞ് 3 മാസം അങ്ങനെ കിടന്നതാ. അത് കഴിഞ്ഞിട്ടാ ഇങ്ങനെ പതുക്കെ എണീറ്റ് വന്നത്. അമ്മനെ ഞങ്ങളങ്ങനെ പൊക്കിക്കൊണ്ട് വന്നതല്ലേ. ആരും പറഞ്ഞ് ലേറ്റ് വരുമെന്നു എല്ലാരും. ഇതെല്ലാം ഓർമ്മയുണ്ടോ? പിന്നെ അത് പറയും ഞങ്ങൾ ആരും ഒന്നും ചെയ്തില്ലെന്ന് പറയൂല്ലോ ഇടയ്ക്ക്. ഒക്കെ ചുമ്മാ പറയണല്ലേ. പിന്നെ പഴയ ആൾക്കാർ കുറ്റം പറയുന്ന പോലെ പറയുന്നതല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ഞാനിപ്പം പറഞ്ഞത്. എന്ത് സാധനം കൊടുക്കുകയും ചെയ്യും ആർക്കും. ചാട്ടിൻ്റെ അടുത്തൊന്നും പറ്റിയല്ല. ചാട്ടിൻ്റെ അടുത്ത് പറ്റിയല്ലേ? ചാത്തിന് അത്രയ്ക്ക് ലോകത്ത് മാത്രം അറിയാവുന്നവരും ചാത്തിനായിട്ടുള്ള ഇടവൊക്കെ മാത്രമേ ഉള്ളൂ. ചാത്തൻ ഇപ്പില്ലല്ലോ. അമ്മയ്ക്കല്ലേ അറിയത്തില്ലേ? അമ്മയ്ക്ക് അറിയത്തില്ലേ? ഓർക്കുന്നില്ല. പക്ഷേ വീട്ടിൽ പോയിട്ട് ഒത്തിരി ആയില്ലേ. ഏറ്റുമാനൂരാന്നോർത്തായി പറയണത്. അമ്മ ഇപ്പം വീട്ടിലാ. 7 വർഷമായിട്ട് എങ്ങും പോണില്ല. പിന്നെ അതാണ് പിള്ളേരെ ആണുങ്ങൾ കെട്ടിക്കാനുള്ള പെണ്ണുങ്ങളുണ്ടല്ലേ. അമ്മയ്ക്ക് നടക്കാവുന്നതായി. അമ്മ നടക്കുന്നുണ്ട് ഇപ്പം. വർത്താനവും പറയും, നടക്കുകയും ചെയ്യും, ഭക്ഷണവും കഴിക്കും. ഓർമ്മ പറഞ്ഞു പോയി. സ്വന്തം കാര്യമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലെന്നേ ഉള്ളൂ. ഞങ്ങളുടെ വല്ലവരുടെ കാര്യം പറയാവോ? പിന്നെ എപ്പോഴും പറയും. അമ്മയ്ക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? അമ്മ പറഞ്ഞ സമ്മതിക്കല്ല, ഇപ്പോഴും ചെറുപ്പാന്നാ പറയുന്നത്. അതങ്ങനെയാ. അതങ്ങനെയാ. അമ്മയ്ക്ക് ചെറുപ്പത്തിൽ അതുപോലെ ജീവിതം വേണമെന്നുള്ള ആശ. അതൊക്കെ പഴയ കാലത്ത് അങ്ങനെയല്ലേ അല്ലേ? പഴയ കാരണവന്മാരെല്ലാം അങ്ങനെയല്ലേ? ഒരു പണിയായിട്ട് പുറകെ നടക്കും, കൃഷിപ്പണിയായിട്ട് അതിൽ നടക്കും, അമ്മമാർ വീട് നോക്കും. കൂലിപ്പണിക്ക് പോകുന്നൊരു കൂലിപ്പണിക്ക് പോകും. 60 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല കേട്ടോ. ആർക്ക്? അമ്മയ്ക്കാ? നടക്കും. ശരിയാട്ടോ, കറക്റ്റാ പറഞ്ഞത്. അപ്പൊ നല്ല ഓർമ്മയുണ്ടല്ലോ. പള്ളിയിൽ പോവുകയും അരിവുകയും പോവുകയും ഒക്കെ ചെയ്യും. ഇവിടെ പോണമെന്ന് പറഞ്ഞു. പശുവിനെ കൊണ്ട കെട്ടുമൊക്കെ ചെയ്യുമായിരുന്നു. വണ്ണമുള്ള ശരീരമല്ല. അതെ, വണ്ണമുള്ള ശരീരമല്ല. ഇപ്പോഴും അങ്ങനെയല്ലേ? അതുകൊണ്ടാ നമ്മളൊക്കെ ശകലം പോലും വണ്ണം വെച്ചത്. പിന്നെ നന്നായിരിക്കുന്നത്. ഇപ്പൊ കാണുന്നവരൊക്കെ പറയും ഇപ്പൊ നന്നായിരിക്കുന്നേന്ന്. പ്രഷറൊക്കെ ഉണ്ടാകുന്നതല്ലേ. പ്രഷർ വന്നല്ലേ? പ്രഷറിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് കുറെ നാള് കഴിച്ചില്ലേ? പ്രഷർ അന്നേരം നല്ല മക്കളില്ലേ? 4 പേര്. 5 പേരാണ്. 4 പേര്. ഈ ഇരിക്കുന്ന ആരാമേ? ഒരാള് മരിച്ചു പോയിട്ടോന്നു. ഞാനാരാ? എന്നെ അറിയാവോ? പിന്നെ ആരാ? നീ മകളല്ലേ? മകൾ ഒരെണ്ണല്ലേ ഉള്ളൂ. മകൾ ഒരെണ്ണല്ലേ ഉള്ളൂ.
ഒരെണ്ണോ? നീ വീട്ടിലാണോ? ഏ? ആണോ? അമ്മ എന്നാ പറയണോ ഞാൻ ഈ വീട്ടിലാണോന്ന് പറ. എനിക്കറിയത്തില്ല, ഞാനത് ഓർക്കണില്ല. എന്നായാലും എന്നും എന്നെ കാണുന്നതല്ലേ. ഞാനും ഒത്തിരി ആയില്ലേ ഇപ്പം വീട്ടിൽ നിന്നിട്ട്. എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. അത് നീയോ? അല്ല, അമ്മയുണ്ട്, ഞാനും ഉണ്ട്. വലിയ മറ്റേ അമ്മയോ? ഈ അമ്മ. ഞാനൊന്ന് ഓർക്കണില്ല. ഇപ്പം ആരാന്ന് അറിയത്തില്ലല്ലേ? ആരാന്നൊന്നും അറിയത്തില്ല. ഒരു തള്ള അല്ലേ? ഇടയ്ക്ക് ഒരു തള്ളേനെ അന്വേഷിച്ച് നടക്കല്ലോ, ഒരു അമ്മേനെ അന്വേഷിച്ച് നടക്കും. ആ അമ്മയാ ആരാ? ഞാൻ. അങ്ങനെയല്ലേ? പിന്നെ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചോ? പിന്നെ അമ്മ ഭക്ഷണമൊക്കെ നേരത്തെക്കാളും കഴിക്കും ഇപ്പം. ആ. ആ, എന്നെ എല്ലാം തിന്നോളും. നേരത്തെ കഞ്ഞി മാത്രമേ 3 നേരം കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ, ഇപ്പൊ എന്നാ കൊടുത്താലും തിന്നോളൂ. കപ്പയൊക്കെ തിന്നോ? കപ്പയൊക്കെ തിന്നും, എല്ലാം തിന്നും. കപ്പ തിന്നുമായിരുന്നു. കപ്പ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ? നമ്മളെന്തായാലും കപ്പ വാട്ടിയിട്ടുണ്ട് അല്ലേ? രാത്രിയൊക്കെ ഉണ്ടോ അങ്ങനെ അല്ലേ? ചാച്ചൻ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇവിടെ വന്നിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ചാച്ചന്റെ കാര്യം ഒന്നും അറിയത്തില്ല. രാത്രി നീ വരുമ്പോ ഇല്ലേ? ഇല്ല ഇല്ല. പാവം മനുഷ്യനാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒത്തിരി വർഷമായി. ആ, 20 വർഷമായി. അച്ഛന് ആയുസ് കുറവാണ്. അച്ഛൻ 65 പോയില്ലേ? അങ്ങനെ കള്ളുകൂടിയാതൊന്നുമില്ല. നല്ല മനുഷ്യനായിരുന്നേ. ആ, പാവം മനുഷ്യനായിരുന്നു. ഒന്നും ചെയ്യല. എന്തെല്ലാം സംഗതികൾ പറഞ്ഞാലും ഒരു അനാവശ്യമായ ഒന്നും പറയോ, ആരെയും വെറുക്കുവോ, ആർക്ക് എന്ത് ചെയ്യാൻ പറ്റാവുന്നോ അതൊക്കെ ചെയ്യാം. അതിൻ്റെ ഗുണം കൊണ്ടല്ലേ ചാച്ചൻ പോയത്. ചാച്ചൻ്റെ എല്ലാവർക്കും കാര്യമാണ്. ഇപ്പം ചാച്ചൻ്റെ കാര്യം വലിച്ചാച്ചൻ കല്ല് കുടിക്കുമായിരുന്നു. ചാച്ചനൊക്കെ അങ്ങനെ കള്ളു കുടിയൊന്നുമില്ലായിരുന്നു. വലിച്ചാച്ചൻ നന്നായിട്ട് കള്ളു കുടിക്കുമായിരുന്നു. എല്ലാ ദിവസവും കള്ളു കുടിക്കുമായിരുന്നു. എന്നാ പോയി കഴിക്കോ? കഴിഞ്ഞില്ലേ? ഇനി കഴിക്കണോ? ഇനി വേണോ? ഇനി വേണം. മരുന്നുണ്ട്, എന്നാ മരുന്ന് കൂടെ തന്നേക്കാം. കൊച്ച് ഷൈൻ നമ്മുടെ മകൻ കേട്ടോമേ. നമ്മുടെ മകന് ഭയങ്കര നാണാ. നമ്മുടെ മകന് ഭയങ്കര നാണാന്ന്. വിവാന് ഭയങ്കര നാണാന്ന്. നാണം വിവാന് ഭയങ്കര നാണാന്ന്. ആ, അവനിപ്പോ പെൺപിള്ളേരെ സ്വഭാവ. ആ, നാണാന്ന് അവന്. വീട്ടിലോട്ട് പോകാനോ? ആ, അമ്മേൻ്റെ ആയിക്കോട്ടെ ഇങ്ങനെ നിൽക്കുന്ന. അവനാണ് പശു തൊഴുത്തിൽ പോയിരിക്കുന്നു പശുവിൻ്റെ കൂടെ. അമ്മയെ പോലെ പശുപ്രേമിയാ. അല്ലല്ല, പശുവിനെ കൂട്ടിരിക്കുക. പശുവിന് ആ, അമ്മയുടെ പശുവില്ലേ, പശുവിന് കൂട്ടിരിക്കുവാന്ന്. അമ്മയെ പോലെ പശുപ്രേമിയല്ലേ അവൻ. എന്നാ ഗുളിക കഴിച്ചു. അവിടെ നിൽപ്പുണ്ട്, എഴുത്തിൻ്റെ അവിടെ. വീട്ടിൽ നിന്ന് പോണതാവോ നോക്കാൻ? ആണോ? 9:10. ഞാൻ കൊച്ചുങ്ങളെ പോലും കണ്ടാ അറിയാലേ ഇപ്പൊ.